ആനന്ദമാത്മാവിൽ ദിനംതോറും വാഴട്ടെ. ഭേദബുദ്ധി മാറട്ടെ, ആത്മബോധം വാഴട്ടെ. ഭേദബുദ്ധി മാറട്ടെ, ആത്മബോധം വാഴട്ടെ. ശുഭാനന്ദമാത്മാവേ ദിനം തോറും വാഴട്ടെ. സത്യധർമ്മം പുലർത്തി നിത്യശാന്തി കാണട്ടെ. സത്യധർമ്മം പുലർത്തി നിത്യശാന്തി കാണട്ടെ. ഉൾക്കുരുന്നിൽ ശുഭാനന്ദം തുള്ളി കളിച്ചിടട്ടെ. ഉൾക്കുരുന്നിൽ ശുഭാനന്ദം തുള്ളി കളിച്ചിടട്ടെ. ശുഭാനന്ദമാത്മാവേ ദിനം തോറും വാഴട്ടെ. ശുഭാനന്ദമാത്മാവേ ദിനം തോറും വാഴട്ടെ. മായമറ മാറട്ടെ, ഉൾപ്രകാശം കാണട്ടെ. മായമറ മാറട്ടെ, ഉൾപ്രകാശം കാണട്ടെ. ആത്മലോകം ഒന്നായി ചേർന്നു ആനന്ദമായി വാഴട്ടെ. ആത്മലോകം ഒന്നായി ചേർന്നു ആനന്ദമായി വാഴട്ടെ. ശുഭാനന്ദമാത്മാവേ ദിനം തോറും വാഴട്ടെ. ശുഭാനന്ദമാത്മാവേ ദിനം തോറും വാഴട്ടെ. പാലാഴിവാസ പരമാനന്ദ പരഹൃദയേ വാഴും പരമാത്മാ. പാലാഴിവാസ പരമാനന്ദ പരഹൃദയേ പരമാത്മാ. പാലാഴിവാസ
അന്തരംഗേ ആനന്ദമായി വാഴുവെന്നേ ഗുരുവരനേ. അന്തരംഗേ അന്തരംഗേ ആനന്ദമായി വാഴുവെന്നേ ഗുരുവരനേ. ഗുരുവരനേ പാലാഴിവാസ പരമാനന്ദ പരഹൃദയേ പരമാത്മാ ആത്മാവിൻ്റെ അന്ധകാരം മാറ്റി പാലാഴി ആത്മാവിൽ സ്ഥാപിച്ച് ബന്ധു ആരെന്ന് ആത്മാവിൽ ബോധ്യമാക്കി രക്ഷ നൽകുവാൻ ഉദയം ചെയ്ത കലിയുഗ പുരുഷോത്തമൻ്റെ ശിഷ്യരായി ജീവിക്കുവാൻ പരമഭാഗ്യം ലഭിച്ച ഓമന സന്താനങ്ങളെ, ഈ ആരാധനയിൽ കൂടി നിങ്ങളിലേക്ക് ഈശ്വരൻ പരമാനന്ദം ദാനം ചെയ്യുമാറാകട്ടെ. ഉത്കൃഷ്ടമായ മഹാധാരാസ്തുതിയുടെ വ്രതകാലയളവാണ്. ആ വ്രതത്തിൽ നിൽക്കുന്നവർ അതിൻ്റെ മൂർധന്യാവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇന്ന് 20ാമത്തെ ദിവസമാണ്. നാളെ ഒരു ദിവസം കൂടി കഴിഞ്ഞാൽ താരാസ്തുതി ആരംഭിക്കും. നാളത്തെ ദിവസം 21ാമത്തെ വ്രതദിനവും ഇതിൻ്റെ എല്ലാ ഒരുക്കങ്ങളും പൂർത്തീകരിക്കുന്ന ദിനം കൂടിയാണ്. വ്രതം എന്നത് ഒരു മഹായജ്ഞത്തിൻ്റെ പൂർത്തീകരണത്തിന് വേണ്ടി തന്ന ഉന്നതമായ നിയമമാണ്. ആ നിയമത്തിൽ കൂടി കടന്നു വന്നിരിക്കുന്നവർക്ക് അതിൻ്റേതായ ഒരു തേജസ് ഓരോ ഹൃദയങ്ങളിലും അനുഭവമാകുന്നുണ്ട്. അത് ഈ ആരാധനയിലും നിങ്ങൾക്ക് കൂടുതൽ പ്രശോഭിതമായി ലഭിക്കുവാൻ ഈശ്വരൻ അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് ആദ്യമായി ഈ ആരാധനയിൽ വന്നവരുണ്ട്. അങ്ങനെ അനേകം വിധത്തിലുള്ള ആളുകളുണ്ട്. അനേകം ദുഃഖപരിഹാരത്തിന് വേണ്ടി ആശ്രയിച്ചു വന്നവരുണ്ട്. കൃത്യമായി ഇതിലെല്ലാം പങ്കെടുക്കുന്നവരുണ്ട്. അങ്ങനെ വിവിധ ഉദ്ദേശത്തോടു കൂടി വന്നിരിക്കുന്ന നിങ്ങളെ ഓരോരുത്തരെയും ഭഗവാൻ ദർശിച്ച് അനുഗ്രഹിച്ച് ആനന്ദിപ്പിക്കുമാറാകട്ടെ. ആനന്ദ ചിന്മയനേ നിഷ്കളങ്കാത്മാവിൽ വാഴുന്നോനേ, നിഷ്കളങ്കാത്മാവിൽ വാഴുന്നോനേ, നിഷ്കളങ്കാത്മാവിൽ വാഴുന്നോനേ, ആനന്ദ
നിഷ്കളങ്കാത്മാവിൽ വാഴുന്നോനേ. അറിവ്, ആചാരം, വിശുദ്ധി, ആരാധന, ആശ്വാസം, ആനന്ദം, നാമസങ്കീർത്തനം, ഇതാണ് കലിയുഗത്തിലെ മോക്ഷ വ്യവസ്ഥ. ഇതിനപ്പുറത്തോട്ടോ ഇപ്പുറത്തോട്ടോ ആർക്കും ഇത് ലഭിക്കുന്നതല്ല. ഇപ്പം ഈശ്വരൻ ലോകത്തിൽ സ്ഥാപിച്ചിരിക്കുന്ന ദിവ്യമായ ആദർശമാണ്. ആദർശം അതിശ്രേഷ്ഠമായ അറിവാണ്. അപ്പോൾ ഇതിൻ്റെ പ്രധാനമായ പടി എന്ന് പറയുന്നത്, ഒന്നാമത്തെ പടി എന്ന് പറയുന്നത് അറിവാണ്. ആ അറിവിൽ കൂടി ആചാരവും, ആചാരത്തിൽ കൂടി വിശുദ്ധിയും, വിശുദ്ധിയിൽ കൂടി ആരാധനയും, ആരാധനയിൽ കൂടി ആശ്വാസവും, ആശ്വാസത്തിൽ കൂടി ആനന്ദവും, ആനന്ദത്തിൽ നിന്ന് നാമസങ്കീർത്തനവും ലഭിക്കുവാൻ തക്കവിധം ആത്മലോകത്തിന് പരമഭാഗ്യം അനുവദിച്ചിരിക്കുന്ന അവതാര വാഴ്ചയാണ് കലിയുഗ അവതാര വാഴ്ച. ഇത് കാണുവാനും ഇത് കേൾക്കുവാനുമാണ് നിങ്ങൾക്ക് ഭാഗ്യം ലഭിച്ചിരിക്കുന്നത്. ഇത് നിങ്ങൾ മറന്നുപോകാതെ ആചാര കർമ്മങ്ങൾ ആധാരമാക്കിക്കൊണ്ട് സർവദാ ജീവിതം ചെയ്യുക. മഹാശക്തി നിങ്ങളിൽ ആനന്ദവാനായി വാഴുമാറാകട്ടെ. ഉന്നതമായ ആനന്ദത്തെ നിങ്ങളിൽ എത്തിക്കുവാനാണ് മാറി മാറി ദേഹങ്ങളെ വാഹനമായി സ്വീകരിച്ച് മഹാശക്തി ഇന്നും പ്രത്യക്ഷമായി വാഴുന്നത്. ആരെല്ലാം എന്തെല്ലാം പ്രതിഷേധങ്ങൾ പറഞ്ഞാലും പരിഹാസങ്ങൾ പറഞ്ഞാലും ലോകത്തിലെ സർവാത്മാക്കളെയും സമ്പൂർണ്ണ മോക്ഷത്തിൽ എത്തിക്കാതെ ശുഭാനന്ദ തപോശക്തി ലോകം വിട്ടു പോവുകയില്ല. സത്യം സത്യം സത്യം. അത് തീരുമാനം ചെയ്തതാണ്. പരിഹാസം, നിന്ദകൾ എത്ര സഹിച്ചാലും പരമാനന്ദം ആത്മാവിൽ ദാനം ചെയ്തിട്ടേ മഹാശക്തി പോവുകയുള്ളൂ. അത് തീരുമാനം ചെയ്തുകൊണ്ടാണ് അവതാരമായി വന്നിരിക്കുന്നത്. ആ തീരുമാനപ്രകാരം ദൈവം ലോകത്തിൽ വാഴുമ്പോൾ ആ തീരുമാനത്തോട് ഒത്തുനിന്ന് പ്രവർത്തിക്കേണ്ടത് ആരാണ്? ഗുരുവിനെ അറിഞ്ഞ പരമ്പരകളുടെ കടമയാണ്. ആ വിധത്തിൽ ഓരോരുത്തരും നിഷ്കളങ്ക ഭക്തിയോടുകൂടി ജീവിതം ചെയ്യുക. ഓരോ ദിവസവും ചെയ്യുന്ന കർമ്മങ്ങളെ പൂർണ്ണമായും ബോധ്യപ്പെട്ടുകൊണ്ട്, ഞാൻ എന്തെങ്കിലും അവിവേകം പ്രവർത്തിച്ചിട്ടുണ്ടോ, എന്തെങ്കിലും എൻ്റെ ഗുരുവിന് ഹിതമല്ലാത്തത് ചെയ്തു പോയിട്ടുണ്ടോ, പറഞ്ഞു പോയിട്ടുണ്ടോ, ചിന്തിച്ചു പോയിട്ടുണ്ടോ, എല്ലാം സസൂക്ഷ്മം പരിശോധിച്ച് നാളെ ഇതൊന്നുമില്ലാത്ത ഒരു പുതിയ ജീവിതം എനിക്കുണ്ടാകണമെന്ന ആഗ്രഹത്തോടുകൂടി പുത്തൻ പുതുമയാർന്ന ജീവിതം എന്നും നയിക്കുവാൻ തക്ക വിധത്തിലാണ് നമ്മുടെ ആദർശത്തെ വ്യവസ്ഥപ്പെടുത്തിയിരിക്കുന്നത്. ഇത് വേണ്ടതുപോലെ അറിയാതെ അവരവരുടെ ഇഷ്ടത്തിന് എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടിയാൽ അതൊന്നും പരിപൂർണതയിലെത്തുകയില്ല. പരിപൂർണത എന്ന് പറയുന്നത് പരമാത്മാവിലേക്ക് ലയിക്കുന്നതാണ്. പരമാത്മാവിലേക്കുള്ള ലയനം എന്ന് പറയുന്നത് പരമാനന്ദാവസ്ഥയിൽ എത്തുമ്പോഴാണ്. അതുവരെ ലയനം നടക്കുകയില്ല. ഈ ലോകത്തിൽ പല ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ലയിക്കുന്ന പരിപാടി ഉണ്ടല്ലോ. രാഷ്ട്രീയക്കാരും മത നേതാക്കന്മാരും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ലയിക്കുന്ന ആ ലയനമല്ലിത്. അത് അവർക്ക് എപ്പോൾ വേണമെങ്കിലും ലയിക്കാം, അവിടുന്ന് പിൻവാങ്ങാം. ഇത് അങ്ങനെയുള്ള ലയനമല്ല. ഇത് ലയനം ഒന്നേ ഉള്ളൂ. ആ ലയനമാണ് സമ്പൂർണ്ണ മോക്ഷം, സായുജ്യം. അതിനെന്താവണം? ആത്മാവ് എങ്ങനെയാണോ ഉത്ഭവിച്ചു വന്നത്, തന്നെ അറിഞ്ഞോരറിവിൽ നിന്ന് ആത്മാക്കളാകെ ഉളവായി വന്നു. താൻ തന്നിൽ നിന്നുണ്ടായ ആനന്ദത്തെ തിരിച്ചറിഞ്ഞപ്പോൾ ഉണ്ടായ വസ്തുവാണ് ആത്മാവ്. അപ്പോൾ ആത്മാവ് ആനന്ദമാണ്. ആ ആനന്ദത്തിൽ ആത്മാവ് എത്താതെ തിരിച്ചു പരമാത്മാവിലേക്ക് ലയിക്കുകയില്ല. അപ്പം ആ ആനന്ദത്തിലേക്ക് എത്തിക്കുവാനാണ് ഈ നിയമങ്ങളെല്ലാം തന്നിരിക്കുന്നത്. അത് കൃത്യമായി ബോധ്യപ്പെട്ടുകൊണ്ട് ഓരോരുത്തരും ജീവിതം ചെയ്യണം. അവിടെ ലോകവശാലുള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ കണ്ട് അതിൻ്റെ പുറകെയൊക്കെ ഓടിയാൽ അതിലേക്ക് ആ പരമാനന്ദത്തിലേക്ക് എത്താൻ കഴിയുകയില്ല. വേറെ പലതും നമുക്ക് നേടാം, ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ലോകത്തിൽ നേടാം. ഒന്ന് മാത്രം, ഈശ്വരഹിതമായി ജീവിച്ചെങ്കിലേ ലഭിക്കൂ. അതുകൊണ്ട് നിഷ്കളങ്ക ഭക്തിയോടുകൂടി ജീവിതം ചെയ്യുക. മഹാശക്തി നിങ്ങളെ ആനന്ദിപ്പിക്കുമാറാകട്ടെ. ഉന്നതമായ താരാസ്തുതിക്ക് വേണ്ടി എല്ലാവരും ഒരുങ്ങുക. വ്രതമെടുത്തിരിക്കുന്നവർ, അതിൽ വന്ന് പങ്കെടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നവർ, അങ്ങനെ പല വിധത്തിലുണ്ടല്ലോ. ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് ഇതെല്ലാം നല്ലപോലെ നടക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ, എന്നാൽ വ്രതമെടുക്കാൻ സൗകര്യമില്ലാത്തവരുണ്ട്, എല്ലാ വ്രതവും എടുക്കാൻ പറ്റാത്തവർ. എന്ന് പറഞ്ഞാൽ താരാസ്തുതിയുടെ വ്രതത്തിന് മാത്രമേ ഉള്ളൂ ആ ഒഴിവ്, വേറെ ഒരു വ്രതത്തിനും ആ ഒഴിവില്ല. താരാസ്തുതിയിൽ ബന്ധിക്കാൻ ആഗ്രഹിക്കുന്നവർ 21 ദിവസം വ്രതം എടുക്കണം. അത് അങ്ങനെ നിർബന്ധമാണ്. അല്ലാതുള്ളവർ എടുക്കണമെന്ന് നിർബന്ധമില്ല. എന്നാൽ അല്ലാതെ എടുക്കുന്നവരുണ്ട്, എല്ലാ താരാസ്തുതിക്കും വ്രതം എടുക്കുന്നവരുണ്ട്. എന്നാൽ ബാക്കിയുള്ള വ്രതങ്ങൾ 4 നാൾ ആചാരം, 3 നാൾ വിശുദ്ധ വ്രതം, അതെനിക്ക് സൗകര്യമുള്ളപ്പോൾ എടുക്കുമെന്ന് പറഞ്ഞാൽ ആദർശത്തിലല്ല എന്നങ്ങ് തീരുമാനിച്ചാൽ മതി. അങ്ങനെ തീരുമാനിക്കുന്നൊരു വ്യക്തി ആദർശത്തിലല്ല. ഇവിടെ എന്തെങ്കിലുമൊക്കെ കാര്യത്തിന് ഇപ്പം AC ഒന്ന് റിപ്പയർ ചെയ്യണം, ഒരാൾ വന്നു പോയി, എല്ലാം കണ്ടു കേട്ടു, അയാൾക്ക് കൂലി കൊടുത്ത് വിട്ടു, അതുപോലെ ഉള്ളൂ. പറഞ്ഞു മനസ്സിലായോ?
ഇപ്പം നിർബന്ധമായി നിലനിർത്തിയിരിക്കുന്ന നിയമങ്ങളെ പാലിക്കാത്തവർ ഒരിക്കലും ഈ ആദർശത്തിലില്ല, ഒരാദർശത്തിലല്ല. ആദർശം അറിവാണ്. ആ അറിവിൽ കൂടി നിരന്തരമായ അഭ്യസനം ചെയ്ത് ആചാരകർമ്മങ്ങൾ ആധാരമാക്കിക്കൊണ്ട് ആനന്ദത്തിൽ ചേരുവാൻ പരിശ്രമിക്കണം. അവിടെ എനിക്ക് കഴിവില്ല, പ്രാപ്തിയില്ലാതെ ഒരാളും ചിന്തിക്കരുത്. അത് ഏറ്റവും വലിയ തെറ്റാണ്. കാരണം ദൈവത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വന്ന ഒരാത്മാവിന് കഴിവില്ല എന്ന് സ്വയം പ്രഖ്യാപിച്ചാൽ അതിനേക്കാൾ അപ്പുറമായൊരു വിഡ്ഢിത്തം വേറെ വല്ലതും ഉണ്ടോ? ദൈവം നിൻ്റെ ആത്മാവായി നിന്നിൽ തന്നെ വാഴുകയാണ്. ഇപ്പം നീ പറയുകയാണ് എനിക്കൊരു കഴിവില്ല. എടാ, ഇത് മുഴുവൻ സൃഷ്ടിച്ചത് നീയാണെന്ന് തിരിച്ചറിവുണ്ടായാലോ? ആത്മാവിൽ നിന്നാണ് സർവ്വതും ഉളവായത്. അതുകൊണ്ട് തിരിച്ചറിവുണ്ടാകട്ടെ, മനുഷ്യജന്മത്തിൻ്റെ മറ മാറട്ടെ, മായാമറ മാറട്ടെ, മാനസാനന്ദം ഉണ്ടാകട്ടെ. മാനസാനന്ദ സ്വരൂപനാകുന്ന ഓരോ ആത്മാവിലും തുള്ളിക്കളിക്കുവാനിടയായി തീരട്ടെ. കനകം വിളയും നാവുകളിൽ നിന്നൊഴുകിയിടുന്ന ജ്ഞാനങ്ങൾ, കനകം വിളയും നാവുകളിൽ നിന്നൊഴുകിയിടുന്ന ജ്ഞാനങ്ങൾ, കനകാംബരനെ ഗുരുനാഥ എന്നതാരിൽ നീ നൽകണമേ. കനകം വിളയും നാവുകളിൽ നിന്നൊഴുകിയിടുന്ന ജ്ഞാനങ്ങൾ, കനകാംബരനെ ഗുരുനാഥ എന്നതാരിൽ നീ നൽകണമേ. ശരണം ശരണം ഭഗവാനേ, ശരണം ശരണം ഭഗവാനേ, തിരുവടിവാദമടിയൻ ശരണം 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 ഭഗവാനേ. ശരണം ശരണം ഭഗവാനേ, ശരണം ശരണം ഭഗവാനേ. തിരുവടിവാദമടിയൻ ശരണം 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 ഭഗവാനേ. തിരുവടിവാദമടിയൻ ശരണം 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 ഭഗവാനേ. ഭക്തവത്സലനാകുന്ന ദൈവത്തിൻ്റെ അവതാരം, അത് ആത്മാക്കളിൽ ബോധ്യപ്പെടുത്തുവാൻ അറിവുകൾ നൽകുന്നു. അറിവ് ഗ്രഹിക്കുന്നവരിലെല്ലാം സുവർണ ശോഭ തെളിയുന്നു. അതുകൊണ്ടാണ് കനകം വിളയും നാവുകളിൽ എന്ന് ഒരു സംബോധന അവിടെ വന്നത്. കാരണം ഈ അറിവ് ഗ്രഹിച്ചവരുടെ എല്ലാം ഉള്ളിൽ ഉന്നതമാകുന്ന സ്വർഗപുരം പണിതുയരുകയാണ്. അവിടെയാണ് ആ സ്വർഗസിംഹാസനം ഇരിക്കുന്നത്. അവിടെയാണ് സ്വർഗത്തിന്റെ വാഴ്ച. അവിടെയാണ് ആനന്ദം പരമാനന്ദം എൻ ഗുരുവിൻ ദർശനമാനന്ദം. ആനന്ദം പരമാനന്ദം എൻ ഗുരുവിൻ തിരുമൊഴി ആനന്ദം. ആനന്ദം പരമാനന്ദം എൻ ഗുരുവിൻ ദർശനമാനന്ദം. ആനന്ദം പരമാനന്ദം എൻ ഗുരുവിൻ തിരുമൊഴി ആനന്ദം. അപ്പൊ സ്വർഗം ആത്മാവിലായി കാണണം. അതിനാണ് സമ്പൂർണമായ അവതാരം വന്നിരിക്കുന്നത്. തന്റെ സ്വന്തമായ ആത്മാക്കളിലെല്ലാം ഈ സ്വർഗാവസ്ഥ തെളിയിച്ച് അതിൽ എഴുന്നള്ളിയിരുന്നൊന്ന് ആനന്ദിക്കുവാനാണ് അവതാരമായി വന്നിരിക്കുന്നത്. അതെന്താ, ദൈവത്തിന് അത്രയ്ക്ക് കഴിവ് കുറവാണോ? അങ്ങ് തന്റെ സ്ഥാനത്തിരുന്നുകൊണ്ട് ഇതങ്ങ് ചെയ്താൽ പോരായിരുന്നു? അവിടെയാണ് ലോകവശാലുള്ള കർമ്മങ്ങളുടെ ചില പ്രത്യേകത.
വകവെച്ചാലുള്ള ചില കർമ്മങ്ങളുടെ ഒരു പ്രത്യേകത. മനുഷ്യന് ചില അറിവും കഴിവും ഒക്കെ കൊടുത്താണ് ഇങ്ങോട്ട് അയച്ചത്. മനുഷ്യന് ചില അറിവും കഴിവും ഒക്കെ കൊടുത്താണ് ഇങ്ങോട്ട് അയച്ചത്. ചില പ്രത്യേക അവസ്ഥകളും പ്രത്യേകമായ ചില കഴിവുകളും മനുഷ്യന് കൊടുത്തയച്ചു. അതുകൊണ്ട് എന്ത് പറ്റിയെന്ന് ചോദിച്ചാൽ താന്താങ്ങളുടെ അനിഷ്ടത്തിനായിട്ട് അവയൊക്കെ വെച്ചു പുലർത്തി. അതിൽ നിന്നൊന്നും ഒരു വിധത്തിലും ഒരു മോചനം കാണുന്നില്ല എന്ന് കണ്ടപ്പോഴാണ് തന്നെത്താൻ ഇറങ്ങി വന്നു, തന്നെ തെളിയിച്ചു. നീ എന്റെ രൂപം തന്നെയാണ്, നീ സത്യം അങ്ങോട്ട് തെളിയിച്ചു. അങ്ങനെ മായാമറ മാറി തെളിവായി കണ്ടവർക്കൊക്കെ അത് ബോധ്യപ്പെട്ടു. അവരൊക്കെ ശിഷ്യരായി തീർന്നു, അവരൊക്കെ ഭക്തരായി തീർന്നു, അവരൊക്കെ സന്യാസിമാരായി തീർന്നു, അവരൊക്കെ ആനന്ദന്മാരായി തീർന്നു. അങ്ങനെ ആനന്ദിക്കാം, നമുക്ക് ആനന്ദിക്കാം അവതാര വാഴ്ചയോടൊത്തു ചേർന്ന്. ശ്രമിക്കുന്നവർ ഭക്തകുലം അറിവിൽക്കൂടനുദിനം ജീവിക്കുവാൻ പരിശ്രമിക്കുന്നവർ ഭക്തകുലം. ഭക്തിയോടനുദിനം ജീവിക്കുമ്പോൾ ആചാരകർമ്മങ്ങൾ സ്വന്തമാകും. ഭക്തിയോടനുദിനം ജീവിക്കുമ്പോൾ ആചാരകർമ്മങ്ങൾ സ്വന്തമാകും. ആചാരകർമ്മങ്ങൾ ആചരിപ്പിക്കുവാൻ ഉള്ളൊരു നിയോഗത്തെ ദാനം ചെയ്യും. ഉള്ളൊരു നിയോഗത്തെ ആചാരകർമ്മങ്ങൾ ആചരിപ്പിക്കുവാൻ ഉള്ളൊരു നിയോഗത്തെ ദാനം ചെയ്യും. ആചാരകർമ്മങ്ങൾ ആചരിപ്പിക്കുവാൻ ഉള്ളൊരു നിയോഗത്തെ ദാനം ചെയ്യും. ആചാരകർമ്മങ്ങൾ ആചരിപ്പിക്കുവാൻ സന്യാസ സംഘത്തിൽ ചേർത്തിടുന്നു. ആചാരകർമ്മങ്ങൾ ആചരിപ്പിക്കുവാൻ സന്യാസ സംഘത്തിൽ
നൽകുവാൻ നിയോഗിക്കുന്നു. ആശ്രയിച്ചലയുന്ന ആത്മാക്കളിൽ ആശ്വാസം നൽകുവാൻ നിയോഗിക്കുന്നു. ആശ്വാസം നൽകിയിട്ട് ആരാധ്യരൂപനെ ചൂണ്ടിക്കാട്ടിയിടുന്നു സന്യാസിമാർ. ആശ്വാസം നൽകിയിട്ടു ആരാധ്യരൂപനെ ചൂണ്ടിക്കാട്ടിയിടുന്നു സന്യാസിമാർ. ആശ്വാസം നൽകിയിട്ടു ആരാധ്യരൂപനെ ചൂണ്ടിക്കാട്ടിയിടുന്നു സന്യാസിമാർ. എന്നിലി ആശ്വാസം നൽകിയതും നിന്നിലി ആശ്വാസം പകർന്നതുമായി. എന്നിലി ആശ്വാസം നൽകിയതും നിന്നിലി ആശ്വാസം പകർന്നതുമായി. എന്നിലി ആശ്വാസം നൽകിയതും നിന്നിലി ആശ്വാസം പകർന്നതുമായി. സദ്ഗുരുമർത്യനായി ഭൂമിയിലുണ്ട് ഓടിയെത്തിയിടുക ആത്മാക്കളെ. സദ്ഗുരുമർത്യനായി ഭൂമിയിലുണ്ട് ഓടിയെത്തിയിടുക ആത്മാക്കളെ. ചേരേണ്ട വിധം നിങ്ങൾ ചേർന്നുകൊള്ളുക. ചേർക്കേണ്ട വിധം നിങ്ങൾ ചേർത്തുകൊള്ളുക. ചേരേണ്ട വിധം നിങ്ങൾ ചേർത്തുകൊള്ളുക. ചേർക്കേണ്ട വിധം നിങ്ങൾ ചേർത്തുകൊള്ളുക. ചേരേണ്ട വിധം നിങ്ങൾ ചേർന്നുകൊള്ളുക. ചേർക്കേണ്ട വിധം നിങ്ങൾ ചേർത്തുകൊള്ളുക. ചേരേണ്ട വിധം നിങ്ങൾ ചേർത്തുകൊള്ളുക. ചേർക്കേണ്ട വിധം നിങ്ങൾ ചേർത്തുകൊള്ളുക.
ബഹുദൂരം യാത്ര ചെയ്യേണ്ട ഒരു യാത്രയ്ക്ക് ഒരുങ്ങുകയാണ്. ബഹുദൂരം യാത്ര ചെയ്യേണ്ട ഒരു യാത്രയ്ക്ക് ഒരുങ്ങുകയാണ്. പല വഴിക്കൂടെ പോകുന്ന പല വാഹനങ്ങളും അവിടെ ഇവിടെയൊക്കെ പോയി തുടങ്ങിയിരിക്കുന്നു. പല വഴിക്ക് പോകുന്ന പല വാഹനങ്ങളും അവിടെ ഇവിടെയൊക്കെ പോയി തുടങ്ങി. അപ്പോൾ ഇറങ്ങിക്കയറേണ്ട യാത്രകളാണ് അതെല്ലാം. ഇറങ്ങിക്കയറേണ്ട യാത്രകളാണ്. എന്നാൽ ഒരു വാഹനം വളരെ നിശ്ചലമായ ഒരിടത്ത് ഇങ്ങനെ നിർത്തിയിട്ടിരിക്കുകയാണ്. വലുതായിട്ട് ആളൊന്നും അതിൽ കയറുന്നില്ല. കാരണം അതിന്റെ ഡ്രൈവറെയോ അതിന്റെ കാര്യങ്ങളോ ഒന്നും അവിടെ കാണുന്നില്ല എന്നുള്ളതാണ് ഇവരുടെ വിഷമം. എന്നാൽ അതിനകത്ത് കൃത്യമായ ഇതിന്റെ ബോർഡ് വെച്ചിട്ടുണ്ട്. അതിന്റെ മുന്നറിയിപ്പ് പലയിടത്തും കൊടുത്തിട്ടുണ്ട്. പക്ഷേ നോക്കുമ്പോൾ വളരെ ശാന്തമായിട്ട് വലിയ ആകർഷണമില്ലാത്ത വിധത്തിൽ അതവിടെ കിടക്കുകയാണ്. ആകർഷണീയമായി ഒരുക്കി നിലനിർത്തിയിരുന്ന ചെറിയ ചെറിയ വാഹനങ്ങളൊക്കെ പോയി തുടങ്ങി. ആ വാഹനങ്ങളിൽ ഈ ദൂരത്ത് എത്തിച്ചേരാൻ പറ്റുന്ന വാഹനങ്ങളല്ല ഒന്നും പോയിട്ടുള്ളത്. പക്ഷെ ആദ്യമേ പോകുന്നു എന്നുള്ള കാരണത്താലും ആകർഷണീയമായി ഒരുക്കിയിരിക്കുന്നു എന്ന കാരണത്താലും പകുതി വഴിക്ക് ഇറങ്ങി അടുത്ത വണ്ടിക്ക് പോകാമെന്നുള്ള ധാരണയിൽ പലരും അതിലും കയറിയിരിക്കുകയാണ്. യാത്ര ആരംഭിച്ചിരിക്കുകയാണ്. എന്നാൽ ഈ വാഹനം വളരെ കൃത്യമായും സ്വസ്ഥമായും അവിടെ കൊണ്ടുവന്നെത്തിക്കുന്ന വാഹനമാണ്. അതിൽ കയറാൻ വളരെ കുറച്ച് ആളുകളെ ഉള്ളൂ. കാരണം അതിന് വലിയ ആകർഷണീയതയൊന്നുമില്ല, വലിയ പരസ്യങ്ങളൊന്നുമില്ല. അതുകൊണ്ട് അതിൽ കയറാൻ വളരെ ആളുകൾ കുറഞ്ഞു. പക്ഷേ സാവധാനം അത് യാത്ര ആരംഭിച്ചു. ഒരല്പം വൈകിയാണെങ്കിലും അത് വളരെ സാവധാനം അതിന്റെ യാത്ര ആരംഭിച്ചു. അതിന്റെ ലക്ഷ്യത്തിലേക്ക് അങ്ങനെ പായുകയാണ്. ബാക്കിയുള്ളതൊക്കെ വഴിയിൽ പലതും ബ്രേക്ക് ഡൗൺ ആയി, പലതും അവിടെ വരെ എത്താൻ കഴിയാതെ ഉപേക്ഷിക്കപ്പെട്ടു. വഴിയിൽ യാത്രക്കാരൊക്കെ അങ്ങനെ വിഷമിച്ച് നിൽക്കുകയാണ്. ഇതിൽ കയറാതെ പോരുന്നത് കൊണ്ട് പിന്നെ കയറാൻ ഒരു വിഷമമുള്ളവരുണ്ട്. എന്നാൽ കൈ കാണിച്ചാൽ ഇത് കയറ്റാൻ തയ്യാറാണ്. പക്ഷേ അവർ കൈ കാണിക്കുന്നില്ല. അവരുടെ ഉള്ളിൽ തന്നെ ഒരു ഇച്ഛാഭംഗം. ആദ്യം ഇത് കണ്ടിട്ട് കയറിയില്ലല്ലോ എന്നുള്ള ഒരു ഇച്ഛാഭംഗം. ഇങ്ങനെ പല വിധത്തിൽ ആളുകൾ വഴിയിൽ നിൽക്കുകയാണ്. വളരെ കുറച്ച് ആളുകളെയും കൊണ്ട് ഇത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ശുഭാനന്ദ ഗുരുദേവൻ എഴുന്നള്ളി വരുന്നുണ്ട്. സ്വയമേ ഇന്ധനം വർദ്ധിക്കുന്ന അവസ്ഥയിലാണ് ഇതിന്റെ നടത്തിപ്പ്. ഇതിന്റെ ഡ്രൈവർക്ക് ഒരു കാരണവശാലും വഴി തെറ്റുകയില്ല. ആ ഡ്രൈവർ അവിടെ നിന്ന് വന്നതാണ്. ശുഭാനന്ദ ഗുരുദേവൻ എഴുന്നള്ളി
ശാന്തമായിട്ട് തന്നെ കിടക്കുകയാണെങ്കിലും ശാന്തമായിട്ട് ഇങ്ങനെ കിടക്കുകയാണ്. കൃത്യമായ അതിന്റെ ഉത്ഭവസ്ഥാനത്തേക്ക് എത്തിക്കുവാനുള്ള വാഹനമാണെന്ന് അറിഞ്ഞുകൊണ്ട് കൃത്യമായ ഉത്ഭവസ്ഥാനത്തേക്ക് എത്തിക്കുവാനുള്ള വാഹനമാണ്. ഒരുങ്ങുവിൻ സോദരരെ, ഒരുങ്ങുവിൻ സോദരരെ, ഒരുങ്ങുവിൻ നിത്യാനന്ദ രാജ്യത്തിൽ ആരാഞ്ഞറിഞ്ഞ് ജീവിക്കുന്നവർക്കെല്ലാം നിത്യാനന്ദത്തിൽ എത്തിച്ചേരുവാൻ കഴിയും. ആരാധനയിൽ ജീവിക്കുന്നവർക്കെല്ലാം നിത്യാനന്ദത്തിൽ എത്തിച്ചേരുവാൻ. അതാണ് ഇപ്പോഴും പലർക്കും പിടികിട്ടാത്ത ഒരു കാര്യം. അതാണ് ഇപ്പോഴും പലർക്കും ഈ ആരാഞ്ഞറിയാനുള്ള ഒരു കഴിവ് പലർക്കും ഇല്ല. ആരാധനറിയാനുള്ള ഒരു കഴിവ് പലർക്കും ഇല്ല. ഇങ്ങനെ പഴമൊഴി പറയുന്ന പോലെ ഇങ്ങനെ ചവച്ചരച്ച് അങ്ങനെ വായിലോട്ട് വെച്ചു കൊടുത്താൽ കഴിക്കും, അത്രേ ഉള്ളൂ. പഴമൊഴി പറയുന്ന പോലെ ചവച്ചരച്ച് വായിലിട്ടുകൊണ്ടിരിക്കും. ഇതിന്റെ വിവിധങ്ങളായ വിഭവങ്ങളെ ഒന്നും മണത്തറിഞ്ഞും രുചിച്ചറിഞ്ഞും ഇതിന്റെ വിവിധങ്ങളായ വിഭവങ്ങളെ ഒന്നും മണത്തറിഞ്ഞും രുചിച്ചറിഞ്ഞും പഴയ സംസ്കാരം അനുസരിച്ച് നമ്മൾ സദ്യ കഴിക്കാനിരിക്കും, അല്ലെ ഭക്ഷണം കഴിക്കാൻ ഇരിക്കുമ്പോൾ പഴയ സംസ്കാരം അനുസരിച്ച് നമ്മൾ ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോൾ ആദ്യം ഒരു കൈക്കുമ്പിൾ വെള്ളമെടുത്ത് ഇതിനെ ഇങ്ങനെ ചുറ്റി ഇങ്ങനെ കളയുന്ന ഒരു സ്വഭാവമുണ്ട്. ആദ്യം കൈക്കുമ്പിളിൽ വെച്ച് വെള്ളമെടുത്ത് ആഹാര പദാർത്ഥത്തെ ചുറ്റി കളയുന്ന ഒരു പദ്ധതിയുണ്ട്. ചെല്ലിങ്ങനെ ഒഴിഞ്ഞ് കളയും, ചെല്ലും ഒഴിഞ്ഞ് അങ്ങ് കുടിക്കും. അത് ഓരോരുത്തരും ഓരോ രീതിയിലാണ്. പക്ഷെ ഇതെല്ലാം ഒന്ന് വിളമ്പി കണ്ണുകൊണ്ട് കണ്ട് അതിനെ ഒന്ന് മനസ്സിലാക്കി അതിന്റെ ഗന്ധങ്ങളൊക്കെ നമ്മുടെ നാസികയിൽ കൂടി സ്വീകരിച്ച് വായിൽ ഉമിനീരൊക്കെ ഒന്ന് വരുത്തി അത്രയുമൊക്കെ ചെയ്തതിന് ശേഷമാണ് ഭക്ഷണം കഴിക്കാൻ തുടങ്ങുന്നത്. ഇത് അതിന്റെ കൃത്യമായ ഒരു ശാസ്ത്രമാണ്. അപ്പൊ നമ്മൾ ആഹാരം വിളമ്പുന്ന കണ്ടിട്ട് ആരെങ്കിലും ഒന്ന് വെള്ളം ഇറക്കിയപ്പോഴാണ്ട് അവന് വായിക്കൂടെ ഇപ്പൊ കപ്പൽ ഓടിക്കാം എന്ന് പറഞ്ഞ് ആക്ഷേപിക്കാറുണ്ട്. അപ്പൊ ആളുകളുടെ വിചാരം ഇതേതോ ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്നാണ്. പക്ഷേ ഈ ഉമിനീര് വന്നില്ലെങ്കിൽ ഈ ആഹാരം ദഹിക്കുകയില്ല. അപ്പൊ ദൈവം തന്നെ ഈ ഉമിനീര് നിന്നിൽ തന്നിരിക്കുന്നതാണ്. അപ്പൊ ആദ്യം ഇത് കണ്ട് അതിനെ തൃപ്തിപ്പെട്ട് ബോധ്യപ്പെട്ട് കഴിക്കാൻ ആരംഭിക്കുമ്പോൾ ഏത് ആഹാരമാണോ നിന്റെ മുന്നിലിരിക്കുന്നത് അതിനനുസരിച്ചുള്ള ഉമിനീര് നിന്റെ വായിൽ സ്വയം ഉണ്ടായിക്കൊണ്ടിരിക്കും. കണ്ണുകൊണ്ട് കാണുകയും മൂക്കുകൊണ്ട് മണക്കുകയും ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന കാര്യമാണ് ഈ നടക്കുന്നത്. ശാസ്ത്രീയമായ പല കാര്യങ്ങളും ഉള്ളടക്കമായി നിൽക്കുന്നതാണ് ശരീരം. ഇതുപോലെ നമ്മൾ ഓരോന്നിനെയും കണ്ടറിഞ്ഞ് അതിനെ അനുഭവിച്ചാൽ എന്തായിരിക്കും അതുകൊണ്ടുണ്ടാകുന്ന ഗുണം? ദഹന പ്രശ്നങ്ങളൊന്നും ഉണ്ടാവുകയില്ല, രോഗാവസ്ഥകളിലേക്ക് പോവുകയില്ല. അതിനു മുമ്പ് ഇതങ്ങോട്ട് വിളമ്പി തുടങ്ങുന്നതിന് മുമ്പ് അങ്ങ് കഴിച്ചു തുടങ്ങിയാൽ ഒന്നിന്റെ ഒരു ഗുണവും അറിയുകയില്ല, വയറങ്ങ് നിറയുകയും ചെയ്യും. ഒന്നിന്റെ ഒരു ഗുണവും അറിയില്ല, അങ്ങ് വാരി വലിച്ച് അങ്ങ് വിഴുങ്ങി. കുറെ കഴിഞ്ഞ് ജനത്തെണ്ണ കിടക്കും. എന്താ ഇന്നടുത്ത് സദ്യ ഉണ്ടായിരുന്നു, കഴിച്ചിട്ട് വന്നതാ. തിരിയാനും വയ്യ, പിരിയാനും വയ്യ. ഒരു വിധത്തിൽ അങ്ങ് വീട്ടിലെത്തി അവിടെ കിടന്നങ്ങ് മാണ്ട് കിടന്നങ്ങ് ഉറങ്ങും. ആ മനുഷ്യനെ കൊണ്ട് പിന്നെ ഒരു ഉപയോഗവും കുറെ നേരത്തേക്ക് നടക്കുകയും. അതല്ല അതിന്റെ ശാസ്ത്രീയത. ഓരോന്നിനെയും കണ്ട് അപ്പൊ നമ്മൾ പറയും ഇന്ന് പ്രാർത്ഥിച്ചിട്ട് വേണം ഭക്ഷണം കഴിക്കാൻ. നമ്മളെങ്ങനെയാ പ്രാർത്ഥിക്കുന്നത്? ആഹാരം കഴിക്കുമ്പോ നല്ല സാമ്പാറും അവിയലും തന്ന ദൈവമേ എന്നാണോ പ്രാർത്ഥിക്കുന്നത്? പറയാനായി വന്നു പരിഹാസം കേട്ടു, പരിശ്രമിച്ചതിൻ ഫലം അനുഭവിക്കുന്നു. ദൈവമേ, നീ ഏഴകളുടെ
രക്ഷയ്ക്കായി ലോകത്തിൽ വന്ന് ദൈവമേ ഏഴോടെ രക്ഷയ്ക്കായി ലോകത്തിൽ വന്നു ത്യാഗമേറ്റം സഹിച്ചതിന്റെ ഫലമാണല്ലോ അടിയങ്ങളെ അനുഭവിക്കുന്നതെല്ലാം. ത്യാഗമേറ്റം സഹിച്ചതിന്റെ ഫലമാണല്ലോ അടിയങ്ങളെ അനുഭവിക്കുന്നതെല്ലാം. ഈ അവസരം ഇത് അടിയങ്ങൾക്ക് എത്തിച്ചു തന്ന ദൈവമേ കോടാനുകോടി നന്ദിയോട് സ്തുതിക്കുന്നു. ഈ അവസരം അടിയങ്ങൾക്ക് എത്തിച്ചു തന്ന ദൈവമേ കോടാനുകോടി നന്ദി. ഇത് അങ്ങ് സ്വീകരിക്കത്തക്കതായി വരണമേ. ഇത് അങ്ങ് സ്വീകരിക്കത്തക്കതായി എന്റെ ഉള്ളിലിരുന്ന് അങ്ങ് തന്നെ ഇത് സ്വീകരിക്കണമേ എന്റെ ഉള്ളിലിരുന്ന് അങ്ങ് തന്നെ ഇത് സ്വീകരിക്കണമേ എന്ന പ്രാർത്ഥനയോടെ എന്ന പ്രാർത്ഥനയോടെ നമ്മളിത് കഴിക്കുമ്പോൾ നമ്മളിത് കഴിക്കുമ്പോൾ ഈ മാലിന്യങ്ങളൊന്നും നമ്മുടെ ഉള്ളിലേക്ക് പോവുകയില്ല. ഈ മാലിന്യങ്ങളൊന്നും നമ്മുടെ ഉള്ളിലേക്ക് ദൈവത്തിന് സ്വീകരിക്കാവുന്നതേ സ്വീകരിക്കുകയുള്ളൂ. ദൈവത്തിന് സ്വീകരിക്കാവുന്നതേ എന്ന് പറഞ്ഞാൽ അതിൽ എന്തെല്ലാം ദോഷവശങ്ങളുണ്ടോ അതെല്ലാം ആ പ്രാർത്ഥനയിൽ അങ്ങ് അലിഞ്ഞില്ലാതായി. എന്തെല്ലാം ദോഷവശങ്ങളുണ്ടോ അതെല്ലാം ആ പ്രാർത്ഥനയിൽ കൂടി അലിഞ്ഞു. ഇത് വെറുതെ പഠിച്ചു പ്രാർത്ഥിക്കാനല്ല, വെറുതെ പഠിച്ചു ഹൃദയം കൊണ്ട് അറിഞ്ഞു പ്രാർത്ഥിക്കണം. ഹൃദയം കൊണ്ട് അറിഞ്ഞു പ്രാർത്ഥിക്കണം. അതാണ് ഞാൻ പറഞ്ഞത്, ആരാഞ്ഞറിയണം ഓരോന്നിനെയും. ആരാഞ്ഞറിയണം ഓരോന്നിനെയും. അങ്ങനെ ഈശ്വരൻ അവതരിപ്പിച്ചിരിക്കുന്ന അറിവുകളെ അങ്ങനെ ഈശ്വരൻ അവതരിപ്പിച്ചിരിക്കുന്ന കൃത്യമായിട്ട് ആരാഞ്ഞറിഞ്ഞ് കൃത്യമായിട്ട് ആരാഞ്ഞ് ജീവിതം ചെയ്താൽ ജീവിതം ചെയ്താൽ ഒരാളും ഈ വാഹനത്തിൽ നിന്ന് ദൂരെ പോവുകയില്ല. ഒരാളും ഈ വാഹനത്തിൽ നിന്ന് ദൂരെ അങ്ങനെ ദൂരെ പോകാതിരിക്കട്ടെ. എല്ലാവരും ഈ ഇതിനുള്ളിൽ നിലനിർത്തിക്കൊണ്ട് ഉന്നതമായ നിത്യാനന്ദത്തിലേക്ക് എത്തിക്കുവാൻ ലോകത്തിന്റെ ഉടമസ്ഥനാകുന്ന നിത്യാനന്ദ രാജ്യത്തിന്റെ അധിപതിയാകുന്ന ദൈവം പ്രത്യക്ഷമായി ഇതാ ലോകത്തിൽ വാഴുകയാണ്. നിങ്ങൾ മറന്നു പോകാതെ എപ്പോഴും സത്യസന്ധതയോടുകൂടിയും ഭക്തിയോടുകൂടിയും ജീവിതം ചെയ്യുക. ആ ഭക്തിയോടുകൂടിയുള്ള ജീവിതമാണ് ഉന്നതിയിൽ എത്തിക്കുന്നത്. ആ ഉന്നതമായ ഭാഗ്യത്തിലേക്ക് ഈശ്വരൻ നിങ്ങളെ ഓരോരുത്തരെയും കൊണ്ടുപോകും. ആ ലോകവശാൽ ചില ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും രോഗങ്ങളും ഒക്കെ ഉള്ളവരുണ്ട്. അതെല്ലാം ഓർത്ത് അങ്ങനെ ദുഃഖിക്കാനല്ല പഠിക്കേണ്ടത്. ഞാൻ ഏതോ ജന്മത്തിൽ ചെയ്ത പാപകർമ്മത്തിന്റെ ഫലം ഇങ്ങനെ അനുഭവിക്കുന്നു. ആ വലിയ എന്തോ ദുഃഖമാണ്, അത് ഈ വിധത്തിൽ ആക്കി തീർത്ത ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കാം. അപ്പൊ ചില ആളുകൾ വിചാരിക്കും, ക്യാൻസർ രോഗം വന്ന് മൂർച്ഛിച്ച് കിടക്കുന്ന ഒരു മനുഷ്യന് അങ്ങനെ പ്രാർത്ഥിക്കാൻ പറ്റുമോ? തീർച്ചയായും പ്രാർത്ഥിക്കാം. കാരണം പ്രാർത്ഥിക്കാൻ അവൻ അവശേഷിക്കുന്നുണ്ടോ? തീർച്ചയായും അത് തന്നെ പ്രാർത്ഥിക്കണം. അത് എത്ര വലിയതായാലും ശരി ചെറിയതായാലും ശരി ദുഃഖം വന്ന് ആത്മാവ് ലോകത്തിൽ തന്നെ നിലനിൽക്കുന്നു എങ്കിൽ ആ ആത്മാവ് പ്രാർത്ഥിച്ചേ മതിയാവും. കാരണം സർവ്വതും നടത്തുന്നത് ദൈവമാണ്. ആ ഒരു മണൽത്തരി പോലും ചലിക്കണമെങ്കിൽ ദൈവത്തിന്റെ അനുവാദം വേണമെന്നുള്ളത് സത്യമാണെങ്കിൽ ദൈവത്തിന്റെ രൂപത്തിൽ സൃഷ്ടിച്ച ആത്മാവിന് സംഭവിക്കുന്നത് ദൈവം അറിയാതിരിക്കുകയാണോ? ഒരിക്കലും അറിയാതിരിക്കുകയല്ല. ദൈവം നിന്റെ കൂടെയുണ്ട്. ഞാൻ പലപ്പോഴും നിങ്ങളോട് ചോദിച്ചിട്ടുണ്ട്, നിങ്ങളുടെ വീട്ടിൽ 2 or 3 കുഞ്ഞുങ്ങളുണ്ട്. അവരെല്ലാം സന്തോഷമായി ജീവിക്കുന്നതിനിടയിൽ ഒരു കുഞ്ഞിനൊരു അസുഖം വന്നാൽ ആ ഏത് കുഞ്ഞിനെ ആയിരിക്കും കൂടുതൽ പരിചരിക്കുക? ഏതിനെ ആയിരിക്കും കൂടുതൽ ശ്രദ്ധിക്കുക? ആ രോഗം വന്നതിനെ ആയിരിക്കും കൂടുതൽ ശ്രദ്ധിക്കുക. ഇതുപോലെ നിന്നിലുള്ള കുറവുകളെല്ലാം കണ്ടറിഞ്ഞ് നിന്നെ രക്ഷിക്കുവാൻ നിന്റെ ദൈവം കൂടെയുണ്ട് എന്നുള്ളത് മറന്നു പോകരുത്. കുറവുകൾ ഒഴിപ്പാനും വളർത്താനും വളരാനും നമ്മെ ഒരു നാളും കൈവിടാതെ കരുതിക്കൊള്ളും.
പരമഗുരുവിന്റെ പരിതൃക്കരങ്ങളിൽ എപ്പോഴും ചേർത്ത് പിടിച്ചിരിക്കുന്ന നമ്മൾ ഓരോരുത്തരും. നിങ്ങളിൽ സംഭവിക്കുന്ന അണുമാത്രമായ കാര്യങ്ങൾ പോലും തിരിച്ചറിയുന്ന ഗുരുവാണ് നിങ്ങളെ ചേർത്ത് പിടിച്ചിരിക്കുന്നത്. നിങ്ങൾ മറന്നു പോകരുത്. നമ്മളിൽ നടക്കുന്ന അനുമാത്രമായ കാര്യങ്ങൾ പോലും തിരിച്ചറിയുന്ന പരമഗുരുവാണ് നമ്മളെ ചേർത്ത് പിടിച്ചിരിക്കുന്നതെന്ന് മറന്നു പോകരുത്. നിങ്ങളിപ്പോൾ ലാബിൽ രക്തം പരിശോധിക്കാൻ കൊണ്ടുപോകുമ്പോൾ അനേകം അണുക്കളെ കുറിച്ചുള്ള വിശദീകരണങ്ങളാണ് അതിൽ റിപ്പോർട്ടായി കിട്ടുന്നത്. ലാബിൽ രക്തം പരിശോധിക്കാൻ പോകുമ്പോൾ അനേകം അണുക്കളെ കുറിച്ചുള്ള വിശദീകരണമാണ് ലാബ് റിപ്പോർട്ടായി കിട്ടുന്നത്. ചുവന്ന രക്താണുക്കൾ, വെളുത്ത രക്താണുക്കൾ, മഞ്ഞ രക്താണുക്കൾ എന്ന് വേണ്ട ഓരോന്നിന്റെയും വിശദമായ പഠനമാണ് നടത്തിയിട്ടാണ് റിപ്പോർട്ട് തരുന്നത്. ഓരോന്നിന്റെയും വിശദമായ പഠനം നടത്തിയിട്ടാണ് റിപ്പോർട്ട് തരുന്നത്. അപ്പൊ ഏതാണോ ആവശ്യം അതിനനുസരിച്ച് അവർ റിപ്പോർട്ട് തരും. ആ റിപ്പോർട്ടിൻ പ്രകാരം ചിന്തിച്ചാൽ തന്നെ എന്തെല്ലാം അത്ഭുതങ്ങളാണ് അതിൽ നിലനിൽക്കുന്നത്. അപ്പൊ ഇതിൽ ഏത് കൂടണമെന്നും ഏത് കുറയണമെന്നും ഒക്കെ തീരുമാനിക്കുന്ന ആരാണ്? എല്ലാം ദൈവം തീരുമാനിച്ച് വെച്ചതാണ്. ഇതിനെ സന്തുലിതമായ അവസ്ഥയിൽ കൊണ്ടുപോകുവാനുള്ള ഒരു ജീവിത വ്യവസ്ഥ ദൈവം പറഞ്ഞു തന്നിട്ടുണ്ട്. അതിൽ നിന്ന് വ്യത്യാസം വരുമ്പോ ഇന്നലെ പോയ വഴിക്ക് ഒരു ആഹാരം കഴിച്ചു, വയറിന് പിടിച്ചില്ല, പെട്ടെന്നൊരു ബുദ്ധിമുട്ട്, ബ്ലഡ് ഒന്ന് പരിശോധിക്കണം. താഴോട്ട് മുകളിലോട്ടും ഒക്കെ അങ്ങ് പോവുക, ബ്ലഡ് ഒന്ന് പരിശോധിച്ചാലേ പറ്റൂ. അപ്പൊ ആ തീരുമാനം ഉണ്ടായത്, ആ അവസ്ഥ ഉണ്ടായത് എന്തുകൊണ്ടാണ്? നമുക്ക് വേണ്ടാത്ത എന്തോ ഒരു സാധനം നമ്മുടെ ഉള്ളിൽ എത്തി എന്നുള്ളത് കൊണ്ടാണ്. അപ്പൊ വേണ്ടാത്തത് പ്രവേശിപ്പിക്കുവാൻ ഇടയാകുന്ന തരത്തിൽ നിന്റെ ജീവിതത്തെ കൊണ്ടുപോയത് ആരാണ്? അപ്പൊ ചില ആളുകൾ വിചാരിക്കും, ഇപ്പൊ ഇതേ അനുഭവമുള്ള ആളുകളൊക്കെ ഇതിനകത്തുണ്ട്. അപ്പൊ അവര് വിചാരിക്കും, ദൈവമേ ഞാൻ ഇങ്ങനെ പോയ വഴിക്ക് ഇങ്ങനെ കഴിച്ചതാ, അപ്പൊ ഇങ്ങനെ പറ്റിപ്പോയി, ഞാൻ അറിഞ്ഞുകൊണ്ട് ചെയ്തതാണോ? അല്ല, ഒരിക്കലും അറിഞ്ഞുകൊണ്ടല്ല. പക്ഷേ ഈ അറിയാതെ നമ്മിലേക്ക് ഇത് ഭവിക്കുവാൻ കാരണമായി തീർന്നത്, അറിയാതെ എന്തോ അതിനു മുമ്പ് ചെയ്തു പോയത് കൊണ്ട് തന്നെയാണ്. ആരെയും മോശപ്പെടുത്താനല്ല, കൃത്യമായതിന്റെ കണക്കാണ് ഈ പറയുന്നത്. ഇതെല്ലാം കൃത്യമായ കണക്കുകളുണ്ട്. അതുപോലെ എന്ത് കൂടണം, എന്ത് കുറയണം, എങ്ങനെ ഇരിക്കണം, ഏത് വിധത്തിൽ പോകണം, എല്ലാം നിശ്ചയിക്കുന്ന ദൈവമാണ്. ആ ദൈവമാണ് ഇതിനെ മുഴുവൻ നിയന്ത്രിക്കുന്ന വസ്തു. ഇപ്പോ നിങ്ങൾ ഒരാൾ ഇങ്ങനെ രോഗം വന്നു, വലിയ തോതിൽ രോഗം വന്നു, ഇങ്ങനെയൊക്കെ ആയി അങ്ങ് മരണപ്പെട്ടു എന്നിരിക്കട്ടെ. പിന്നെ ഇതെടുത്ത് പരിശോധിച്ചിട്ടോ അല്ലെ എന്തെങ്കിലും കാര്യം അന്വേഷിച്ചിട്ടോ വല്ല കഥയുണ്ടോ? ഒരു കഥയില്ല. അത് സത്തായുള്ളത് അതിൽ നിന്ന് പോയി. അപ്പൊ അത് നിലനിന്നെങ്കിലേ ഇതിനൊക്കെ കാര്യമുള്ളൂ, കർമ്മങ്ങളുള്ളൂ. അപ്പൊ അതുകൊണ്ട് ആത്മാവിന്റെ സുരക്ഷയ്ക്ക് വേണ്ട വിധത്തിൽ ജീവിതം നയിച്ചു പോയാൽ ഉന്നതനാകുന്ന ദൈവം ഇതെല്ലാം സന്തുലിതമായി നിലനിർത്തും. പല വിധത്തിലുള്ള ശാസ്ത്രങ്ങൾ ലോകത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. അനേകായിരം വർഷങ്ങൾക്ക് മുമ്പ് മുതൽ ഇതൊക്കെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൽ പരമപ്രധാനപ്പെട്ട ഒരു ശാസ്ത്രമാണ് യോഗശാസ്ത്രം. ഇന്നത് ലോകത്തിൽ പ്രചാരം നേടിക്കൊണ്ടിരിക്കുകയാണ്. ഒരു 100 കിലോമീറ്റർ നടക്കുന്നതിന് പകരം 10 സൂര്യ നമസ്കാരം ചെയ്താൽ മതി എന്നൊക്കെ പരസ്യമൊക്കെ ഞാൻ കണ്ടു. അങ്ങനെയൊക്കെയുള്ള പ്രചാരങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം അടിസ്ഥാനപ്പെട്ടിരിക്കുന്നത് ആത്മാവിലേക്കാണ്. ആത്മാവ് കൊണ്ട് ഇതൊന്നും അന്വേഷിക്കാത്ത ഒരാൾ ഇതൊക്കെ നിയന്ത്രിച്ചിട്ടോ അല്ലെങ്കിൽ ഇതെല്ലാം നടത്തിയിട്ടോ ഒന്നും ഒരു അർത്ഥവും ഉണ്ടാവാൻ പോകുന്നില്ല. കാരണം ഈ യോഗാസനങ്ങൾ ചെയ്യുന്ന സമയത്തും അവർ നിർദ്ദേശിക്കുന്നത് മനസ്സിനെയും ശ്വാസഗതിയെയും ഒക്കെ നിയന്ത്രിക്കാനാണ്. ഈ മനസ്സും ശ്വാസഗതിയും എന്നൊക്കെ പറയുന്ന ഭൗതികമാണ്. അതിനെല്ലാം ഉപരിയായി നിൽക്കുന്ന സൂക്ഷ്മാവസ്ഥയാണ് ആത്മാവ്. ആ ആത്മാവിനെ അറിയാതെയും ആത്മഗതി അറിയാതെയും എന്ത് ചെയ്തിട്ടും ഒരു പ്രയോജനവും ഇല്ല. അമ്പൂറ്റി പറഞ്ഞിനി യോഗ ചെയ്തിട്ട് വലിയ കാര്യമൊന്നുമില്ല, അതുകൊണ്ട് നാളെ മുതൽ ഞാൻ നമസ്കാരം ചെയ്യുന്നില്ല എന്നാലും തീരുമാനിക്കരുത്. അതിനല്ലി പറഞ്ഞത് നിങ്ങൾ കൂടുതൽ അറിഞ്ഞത് പ്രവർത്തിക്കാൻ വേണ്ടിയാണ് പറയുന്നത്. നമ്മുടെ ശരീരത്തിന് അധ്വാനം കുറഞ്ഞിരിക്കുന്ന കാലഘട്ടമാണ്. പണ്ട് എന്ത് ചെയ്താലും അധ്വാനമില്ലാതെ ഒരു കർമ്മമില്ലായിരുന്നു. ഇപ്പൊ അധ്വാനം കുറയ്ക്കാനുള്ള വിദ്യകളൊക്കെ മനുഷ്യൻ തന്നെ കണ്ടുപിടിച്ചു. പണ്ട് 10 മിനിറ്റ് നിന്ന് തേങ്ങ അരയ്ക്കുന്നതിന് പകരം ഇപ്പൊ 1 മിനിറ്റ് കൊണ്ട് കഴിപ്പിച്ചാൽ മതി.
ഇപ്പം അതായി അവസ്ഥ. ഇപ്പൊ അതായി അവസ്ഥ. പല കാര്യങ്ങളും അങ്ങനെയാണ്. പല കാര്യങ്ങളും ഇപ്പോൾ അങ്ങനെ. ചില വീടുകളിലൊക്കെ ഇപ്പോൾ നമ്മുടെ രാജു സംസാരിച്ചപ്പോൾ പറഞ്ഞു ശുദ്ധി വഴികളൊക്കെ ഭഗവാൻ പഠിപ്പിച്ചിട്ടുണ്ട്. ശുദ്ധിവഴികളൊക്കെ പോകാൻ പറ്റും. ചില വീടുകളിലോട്ട് ചെന്ന് ചില മുറികൾ തുറന്നാൽ മൂക്ക് പൊത്തിക്കൊണ്ടേ കയറാൻ പറ്റൂ. വീടുകളിലൊക്കെ ചെന്ന് ചില മുറികൾ തുറന്നാൽ മൂക്ക് പൊത്തിക്കൊണ്ട് കയറാൻ പറ്റും. മൈക്കിൽ കൂടെ പറയുന്ന മോശം. എന്നാലും ചില ആദർശ ശുദ്ധരായ ജീവികൾ ജീവിക്കുന്ന സ്ഥലത്ത് ചില ആദർശശുദ്ധരായ ജീവികൾ ജീവിക്കുന്ന സ്ഥലത്ത് മുറികളൊക്കെ തുറന്നാൽ ദുർഗന്ധമാണ്. മുറികളൊക്കെ തുറന്നാൽ ദുർഗന്ധമാണ്. കാരണം 10ഉം 15ഉം തുണികൾ ഇങ്ങനെ കൂട്ടിയിട്ടിരിക്കുകയാണ്. വിയർപ്പുമായിട്ട് കൊണ്ടുവന്ന് അങ്ങനെ കൂട്ടിയിട്ടിരിക്കുകയാണ്. 15 തുണികൾ വിയർപ്പുമായിട്ട് കൊണ്ടുവന്ന് ആ വിയർപ്പ് അവിടെ കിടന്ന് പിന്നെ അത് വേറെ രൂപത്തിലേക്ക് ബാക്ടീരിയകളായിട്ട് അങ്ങ് മാറും. ആ വിയർപ്പ് അവിടെ കിടന്ന് പിന്നെ അത് ബാക്ടീരിയകളായി പിന്നെ പലതരത്തിലുള്ള ബാക്ടീരിയകൾ ചേർന്ന് വേറെ എന്തൊക്കെയോ ഉണ്ടാകും. പിന്നെ പലവിധത്തിലുള്ള ബാക്ടീരിയകൾ ഇതങ്ങ് ദുർഗന്ധം. അതിന്റെ നടുക്കാണ് ഈ അധിവാസം. അതിന് നടുക്കാണ് ഈ അധിവാസം. എന്നിട്ട് വെളിയിലോട്ട് ഇറങ്ങി വന്നിച്ച് പരിശുദ്ധ പരനെ സ്തുതിച്ചിടുന്നേന്ന് പാടും. വല്ല കാര്യമുണ്ടോ? വല്ല കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. എന്തിനെ കൂട്ടിയിടുന്നത് എന്തിനാണെന്നറിയോ? കൂട്ടിയിടുന്നത് ഓരോന്നോരോന്ന് വാഷിംഗ് മെഷീനിലിട്ട് കറണ്ട് ലാഭിക്കാം. കറണ്ട് കൂടുതലാവത്തില്ലേ? ഓരോന്നോരോന്ന് വാഷിംഗ് മെഷീനിലിട്ടാൽ കറണ്ട് അപ്പൊ ഈ 10 ഒരുമിച്ചങ്ങ് ഇട്ടാൽ അത്രയും കറണ്ട് ലാഭിക്കാമെന്നാണ് ഇവരുടെ നിഗമനം. ഒരുമിച്ച് കിട്ടാൽ അത്രയും കറണ്ട് ലാഭിക്കാം. പക്ഷെ അതുകൊണ്ട് ഉണ്ടാക്കുന്ന നഷ്ടം എന്തൊക്കെയാണെന്നുള്ള ആത്മാവ് അറിയുന്നുണ്ട്. അതുകൊണ്ടുണ്ടാകുന്ന നഷ്ടങ്ങൾ എന്തൊക്കെയാണെന്ന് ആത്മാവ് അറിയുന്നു. പക്ഷെ ഈ മനസ്സുകൊണ്ട് ഇവൻ അറിയുന്നില്ല. പക്ഷേ മനസ്സുകൊണ്ട് അവരറിയുന്നു. ഇതുപോലെ പലതും ആരാഞ്ഞറിയണം. ഇതുപോലെ പലതും ആരാഞ്ഞറിയണം. അപ്പൊ ആ ഭൗതികമായ ജീവിത വഴികളിൽ തന്നെ പലതും ആരാഞ്ഞറിയാനുണ്ട്. ഭൗതികമായ ജീവിത വഴികളിൽ തന്നെ പലതും ആരാഞ്ഞറിയാൻ. അങ്ങനെയെങ്കിൽ ആത്മനാഥൻ തെളിയിക്കുന്ന അറിവിൽ എന്തെല്ലാം ആരാഞ്ഞറിയാനുണ്ട്. ആത്മനാഥൻ തെളിയിക്കുന്ന അറിവിൽ എന്തെല്ലാം ആരാഞ്ഞറിയാൻ. ഓരോ വാക്കുകളും നിങ്ങളിലേക്ക് പ്രദാനം ചെയ്യുമ്പോൾ ഓരോ തിരുവചനങ്ങളും നമ്മളിലേക്ക് പ്രദാനം ചെയ്യുമ്പോൾ ഇപ്പൊ തന്നെ ഞാൻ ആദ്യം പാടിയ കീർത്തനത്തിന്റെ അവസാനത്തെ വരിയായി, അവസാനത്തതിന് മുമ്പിലത്തെ വരി, അന്ധകാര അഗ്നിയിൽ ഞാൻ വെന്തരിയുന്ന നേരത്ത് കാരുണ്യത്തിങ്കടലേ അങ്ങേ കാണുന്നതെന്താനന്ദം. ഈ വരികളിൽ എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? ഈ വരികളിൽ എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? അന്ധകാര അഗ്നിയിൽ വെന്തെരിയുന്ന നേരത്ത്, അന്ധകാര അഗ്നിയിൽ വെന്തെരിയുന്ന നേരത്ത് കാരുണ്യത്തിൻ ആ ഉണ്ടോ? ഒരു കൃത്യമായ വാക്കാണ് അതിന്റെ താഴെ ദൈവം തന്നിരിക്കുന്നത്. കൃത്യമായ വാക്കാണ് ദൈവം തന്നിരിക്കുന്നത്. അഗാധമായ ആ കാരുണ്യത്തിലേക്ക് ഇറങ്ങുമ്പോ അഗാധമായ മഹാകാരുണ്യത്തിലേക്ക് ഇറങ്ങുമ്പോൾ ആനന്ദം. ആനന്ദം. അന്ധകാര അഗ്നിയിൽ ഞാൻ വെന്തരിയുന്ന നേരത്ത് കാരുണ്യത്തിൻ കടലേ അങ്ങേ കാണുന്നതെന്താനന്ദം. ഇത് ബാഹ്യമായ വാചകങ്ങളുടെ അല്ലെങ്കിൽ വാക്കുകളുടെ വ്യാപാരങ്ങളെ പറ്റിയാണ് ഇപ്പൊ അറിയിച്ചത്. ബാഹ്യമായ വാക്കുകളുടെ വചനങ്ങളുടെ അപഹാരങ്ങളെ പറ്റിയാണ് ഭഗവാൻ ഇപ്പോൾ കൽപ്പിച്ചത്. എന്നാൽ ഇതിനും ആന്തരികമായ അർത്ഥം വേറെയുണ്ട്. അതിന്റെയും ആന്തരികമായ അർത്ഥം വേറെയുണ്ട്. ഈ അന്ധകാരാഗ്നി എന്താണെന്നറിയണം. അതിൽ വെന്തെരിയുന്നത് എങ്ങനെയാണെന്നറിയണം. കാരുണ്യ കടൽ എന്താണെന്നറിയണം. അതിൽ അണയുമ്പോൾ ഉണ്ടാകുന്ന ആനന്ദം എങ്ങനെയാണെന്നറിയണം. ഇതുപോലെ ഓരോന്നോരോന്ന് ആരാധിക്കുവാൻ ആരാധിക്കുവാൻ ആത്മാനാഥന്റെ കാരുണ്യം നിങ്ങളിലെല്ലാം നിറഞ്ഞ് എപ്പോഴും ഒഴുകുമാറാകട്ടെ. ആ വിധത്തിൽ ഓരോ ഹൃദയങ്ങളെയും അറിവിന്റെ പരിപൂർണതയിലേക്ക് എത്തിക്കുവാനാണ് മഹാശക്തി പ്രത്യക്ഷമായി നിന്ന് ഇതെല്ലാം അവതരിപ്പിച്ചു തരുന്നത്. ഓരോ ഹൃദയങ്ങളിലും ഒരു പിഞ്ചു പൈതലെ താലോലിക്കുന്നതിനേക്കാൾ കാര്യക്ഷമതയോടുകൂടി സ്നേഹ ബഹുമാനത്തോടുകൂടി വാത്സല്യത്തോടുകൂടി ഗുരുവിനെ ആരാധിക്കുന്ന അവസ്ഥയിലേക്ക് ഉയർത്തപ്പെടണം. ആനന്ദ പൈതലേ ആരിരാരോ ആത്മാവിൽ വാഴും ശുഭാനന്ദമേ.
ഒക്കെ വർദ്ധിക്കുമ്പോൾ, ഗുരുവിനോടുള്ള സ്നേഹവും ബന്ധവും ഒക്കെ വർദ്ധിക്കും. നിഷ്കളങ്കമായ ഒരു അവസ്ഥ ആത്മാവിൽ ഉണ്ടാകുമ്പോൾ നിഷ്കളങ്കമായ ഒരു അവസ്ഥ ആത്മാവിൽ ഉണ്ടാകും. ഭഗവാൻ ഒരു പിഞ്ചു പൈതലെ പോലെ ആത്മാവിൽ തുള്ളിക്കളിക്കുന്നത് കാണാൻ പറ്റും. ഭഗവാൻ ഒരു പിഞ്ചു പൈതലെ പോലെ ആത്മാവിൽ തുള്ളിക്കളിക്കുന്നത്. അപ്പോഴാണ് ഈ അവസ്ഥ നമുക്ക് പാടാനും അനുഭവിക്കാനും ഒക്കെ പറ്റുന്നത്. അപ്പോഴാണ് ഈ അവസ്ഥ നമുക്ക് പാടാനും അനുഭവിക്കാനും ഒക്കെ ആ പറ്റുന്നത്. അവസ്ഥയിലേക്ക് എത്തിച്ചേരുവാനുള്ള വഴികളാണ് ഞാൻ ഈ പറയുന്നതെല്ലാം. ആ അവസ്ഥയിലേക്ക് എത്തിച്ചേരുവാനുള്ള വഴിയാണ് ഗുരുനാഥൻ നിർദ്ദേശിക്കുന്നത്. അതുകൊണ്ട് ഉന്നതമായ നിഷ്കളങ്കാവസ്ഥ, ഉന്നതമായ നിഷ്കളങ്കാവസ്ഥ അത് നിലനിർത്തുവാൻ വേണ്ടിയുള്ള ഒരു പരിശ്രമം ഓരോരുത്തരിലും ഉണ്ടാകുവാൻ ഈശ്വരൻ അനുഗ്രഹിക്കുന്നു. അതില്ലാതെ നമുക്ക് ഒരു വിധത്തിലും രക്ഷ നേടുവാൻ കഴിയില്ല. കാരണം ആത്മാവ് നിഷ്കളങ്കത്വത്തിൽ നിന്ന് രൂപപ്പെട്ടു വന്നതാണ്. ആ രൂപത്തിലേക്ക് ചേർക്കപ്പെടണമെങ്കിൽ നിഷ്കളങ്കാത്മാവായി തീർന്നെങ്കിലേ പറ്റുകയുള്ളൂ. അതിനുവേണ്ടിയുള്ള ഒരുക്കങ്ങളാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നതെല്ലാം. ഉന്നതമായ നമ്മുടെ താരാസ്തുതി നാളെ ഒരു ദിവസം കൂടി കഴിഞ്ഞാൽ മഹാതാരാസ്തുതി ആരംഭിക്കുകയാണ്. എന്നാൽ ഈ വ്രതം ആരംഭിച്ച സമയം മുതൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വിന്യസിച്ചിരിക്കുന്ന എന്റെ ദേവീദേവന്മാരും ദൂതപരമ്പരകളും അതിനുവേണ്ടിയുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. പലരും എത്തിച്ചേർന്നു കഴിഞ്ഞു. ഇനിയും ഇന്നും നാളെയുമായി പലരും എത്തിച്ചേരും. അതോടൊപ്പം നമ്മുടെ ആത്മസന്താനങ്ങൾ എത്തിച്ചേരും. അങ്ങനെ പ്രകൃതി അണിഞ്ഞൊരുങ്ങി നിന്നുകൊണ്ട് ദേവീ ദേവന്മാരും ദൂതപരമ്പരകളും ആത്മാക്കളും ഒത്തുചേർന്ന് മഹാശക്തിയെ സ്തുതിക്കുന്ന ഉന്നതമായ മഹാധാരാസ്തുതി അത്യുന്നതമായ ആനന്ദപ്രദമായ മഹാശക്തി നേരിട്ട് നടത്തുമാറാകട്ടെ. ആ മഹാതിരുഹൃദയത്തെ ആത്മാക്കളിലേക്ക് പ്രകാശിപ്പിക്കുന്ന മഹാതത്വങ്ങൾ ഈ താരാസ്തുതിയിൽ കൂടി ആത്മലോകത്തിൽ ലഭിക്കുവാൻ തക്ക വിധം മഹാശക്തിയുടെ കരുണയുണ്ടാകുമാറാകട്ടെ. അത് ശ്രവിക്കുവാനും ഗ്രഹിക്കുവാനും അനുഭവിക്കുവാനും ആത്മലോകത്തെ ഒരുക്കുമാറാകട്ടെ. സർവശക്തി നേരിട്ട് നിന്നെല്ലാം നടത്തട്ടെ. ഉന്നതമായ ജന്മനക്ഷത്രങ്ങൾ അടുത്തു വരികയാണ്. എല്ലാ ഉന്നതമായ നിലയിൽ ഉന്നതനാകുന്ന ദൈവം നേരിട്ട് നടത്തുമാറാകട്ടെ. കഴിഞ്ഞ ആഴ്ച ഞാൻ അറിയിച്ചതുപോലെ 3 ദിവസം ജന്മനക്ഷത്ര സ്തുതിയായിട്ടാണ് നടത്തുന്നത്. കഴിയുന്നിടത്തോളം സന്താനങ്ങൾ എത്തിച്ചേർന്ന് സ്തുതിയിൽ ബന്ധിക്കുക. അതിനുള്ള ഒരുക്കങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നു. ആ വിശിഷ്ടാതിഥികളെ ഒക്കെ ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നു. എത്രയും വേഗം അതിന്റെ കാര്യപരിപാടികൾ ഉള്ളടക്കമായിരിക്കുന്ന നോട്ടീസ് നിങ്ങൾക്ക് തരുന്നതാണ്. നോട്ടീസ് വരുമ്പോൾ വിശിഷ്ടാതിഥികളുടെ പേര് വായിക്കാമെന്നുള്ളതേ ഉള്ളൂ. എന്റെ സന്താനങ്ങളെ സംബന്ധിച്ച് അവർക്ക് അതിന്റെ ദിവസം അറിയാം, ആഴ്ച അറിയാം, എന്റെ കാര്യക്രമങ്ങൾ അറിയാം. അവരാഗ്രഹത്തോടുകൂടി ആർത്തിയോടുകൂടി ഒരുങ്ങുകയാണ്. വിദേശത്തു നിന്ന് പോലും സന്താനങ്ങൾ എത്തിച്ചേരുവാൻ വേണ്ടി ഒരുക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഭക്തസന്താനങ്ങൾ ഒത്തുചേർന്ന് ആഘോഷിക്കാം, നമുക്ക് ആഘോഷിക്കാം ജന്മിയാം ഗുരുവിന്റെ ജന്മദിനമോ. ആഘോഷിക്കാം നമുക്ക് ആഘോഷിക്കാം ജന്മിയാം ഗുരുവിന്റെ ജന്മദിനമോ. ആവത്തൊഴിച്ചെനിക്കാനന്ദം നൽകുന്ന ജന്മിയാം ഗുരുവിന്റെ ജന്മദിനമോ. ആവത്തൊഴിച്ചെനിക്കാനന്ദം നൽകുന്ന ജന്മിയാം ഗുരുവിന്റെ ജന്മദിനമോ. പാപശാപങ്ങളും കർമ്മദോഷങ്ങളും തീർത്തു തന്ന എന്റെ സദ്ഗുരുവേ. പാപശാപങ്ങളും കർമ്മദോഷങ്ങളും തീർത്തു തന്ന എന്റെ സദ്ഗുരുവേ. സ്വർഗത്തിൻ വാഴ്ചയെ എന്നിൽ തെളിയിച്ച സ്വർഗനാഥ എന്റെ സദ്ഗുരുവേ. സ്വർഗത്തിൻ വാഴ്ചയെ എന്നിൽ തെളിയിച്ച സ്വർഗനാഥ എന്റെ സദ്ഗുരു.
ഒത്തുചേർന്ന് എല്ലാം ഒരുക്കി ജന്മനക്ഷത്രം ആഘോഷിക്കട്ടെ. നീ ഭക്തിയുള്ള ഭഗവാന്റെ മക്കളെല്ലാം ഒത്തുചേർന്ന് ജന്മനക്ഷത്രം ഉന്നതമായി അത് ആനന്ദമായി ഭവിക്കട്ടെ. അതുപോലെ നടക്കാനുള്ള ശാഖാശ്രമ വാർഷികങ്ങളും ഉന്നതമായ പുനർനിർമ്മാണങ്ങളും എല്ലാം അതിന്റെ നിലയനുസരിച്ച് വിലയനുസരിച്ച് എല്ലാം പൂർത്തീകരിക്കപ്പെടുവാനും നടത്തപ്പെടുവാനും മഹാശക്തിയുടെ കാരുണ്യം ഉണ്ടാകട്ടെ. ഉന്നതനാകുന്ന ദൈവം ഈ ലോകത്തിൽ വന്ന് ലളിതമായ ഭാഷയിലൂടെ ഉന്നതമായ സ്വർഗത്തെ അവതരിപ്പിക്കുന്നു എന്ന അവതാര മഹത്വം ലോകത്തെ അറിയിക്കുവാൻ വേണ്ടി നിർമ്മിക്കുന്ന മഹാഗോപുരം ഏറ്റവും ശോഭനമാം വിധത്തിൽ പൂർത്തീകരിക്കപ്പെടുവാൻ നമുക്ക് ഉറ്റു പ്രാർത്ഥിക്കാം. ഉന്നതമായ അവസ്ഥയിൽ അതിന്റെ ഉദ്ഘാടന കർമ്മം നടത്തപ്പെടുവാനും ആത്മലോകം അറിയുവാനും ആത്മനാഥനെ അന്വേഷിച്ചു വരുവാനും ഈ സ്വർഗീയ ഗോപുരം ഉന്നതമായ വിളംബരമായി ഭവിക്കട്ടെ. ഉന്നതമായ അതിന്റെ അവസ്ഥകളെ സ്വീകരിപ്പാൻ തക്കവിധം ദൈവം നിയോഗിച്ചിരിക്കുന്ന ആത്മദീപത്തെ ആയുരാരോഗ്യത്തോടുകൂടി നിലനിർത്തി തരണമേ എന്ന് നമുക്ക് ഉറ്റു പ്രാർത്ഥിക്കാം. ആ രാജഗോപാലിനെയും കുടുംബത്തെയും സ്ഥപതികളെയും ശില്പികളെയും എല്ലാ കർമ്മികളെയും ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കാം. അതിലേക്കായി ധനം മുടക്കുന്നവരെയും പ്രത്യേക സങ്കല്പങ്ങളോടുകൂടി വർഷങ്ങളായി പ്രാർത്ഥിക്കുന്നവരെയും എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നേ ദിവസം വന്നു ചേർന്നിരിക്കുന്ന നിങ്ങളെല്ലാവരെയും ഞാനിതാ ദർശിക്കുകയാണ്. ആത്മശാന്തിക്ക് വേണ്ടി ഒരു നിലവിളക്കെന്ന് സമർപ്പിച്ചിട്ടുണ്ട്. ആത്മാവിനെ ഈശ്വരൻ സ്വീകരിക്കട്ടെ. ഇന്നേ ദിവസം സത്യം കേട്ട് ഈ ആദർശത്തെ സ്വീകരിച്ച ഓമന സന്താനങ്ങൾക്ക് ഉന്നതമായ പരമഭാഗ്യത്തിലെത്തുവാൻ ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. സർവനേർച്ചകളും ഞാനിതാ സ്വീകരിച്ചിരിക്കുന്നു. ഉന്നതമായ അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് ലഭിക്കട്ടെ. ദോഷങ്ങൾ ഒഴിയട്ടെ, ദുഃഖങ്ങൾ ഒഴിയട്ടെ, പാപശാപങ്ങൾ ഒഴിയട്ടെ, പരിശുദ്ധരാകട്ടെ, പരമാനന്ദത്തിന് അവകാശികളായി തീരട്ടെ. അതിനുവേണ്ടി പരമാനന്ദ രൂപൻ പ്രത്യക്ഷമായി വാഴട്ടെ. ആരാധിച്ചാനന്ദിക്കാം, നമുക്കെന്നും ആരാധിച്ചാനന്ദിക്കാം. Oh,